വീഡിയോയിൽ കാണുന്നത് ഒരു DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഈ രണ്ട് ഭാഗത്തെ മാഗ്നറ്റ് ഫീൽഡ് കാന്തം എന്നറിയപ്പെടുന്നു. ഈ ഒരു ഭാഗം ബ്രഷ് B1, ബ്രഷ് B2. ഈ ഒരു റൊട്ടേറ്റിംഗ് പാർട്ടിനെയാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ABCD എന്നിവ ഈ ഒരു ജനറേറ്ററിൻ്റെ DC ജനറേറ്ററിൻ്റെ ആർമേച്ചറാണ്. ആർമേച്ചറിൽ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പാർട്ടുകൾ R1, R2 എന്നിവ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററാണ്. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ്. ഇവിടെ ഉണ്ടാവുന്ന ആർമേച്ചറിൽ ഉണ്ടാവുന്ന AC കറണ്ടിനെ ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നത് DC ആക്കിയാണ്. അത്തരത്തിൽ ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ടിനെ ഔട്ട്പുട്ടിൽ DC ആക്കി ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഇവിടെ ജനറേറ്റർ ചലിക്കുന്ന ദിശയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തന്നിരുന്നാൽ കറണ്ടിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ പറ്റും. അത്തരത്തിൽ ഒരു ജനറേറ്ററിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂളാണ് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂള്. വലത് കൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, തമ്പ് ഫിംഗർ, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ എന്നിവ പരസ്പരം ലംബമായി പിടിച്ചാൽ അഥവാ 90 ഡിഗ്രിയിൽ പിടിച്ചാൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനെ തള്ളവിരലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ ചൂണ്ടുവിരലും സൂചിപ്പിച്ചാൽ കറണ്ടിൻ്റെ ദിശയെ നടുവിരൽ സൂചിപ്പിക്കും. ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമമനുസരിച്ച് ജനറേറ്റർ തിരിയുന്ന ദിശയിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ വലത്തേ കൈയിലെ തള്ളവിരൽ പിടിക്കുക. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പിടിച്ചാൽ കറണ്ടിൻ്റെ ദിശ കിട്ടും. അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് AB എന്ന പാർട്ട് മുകളിലേക്കാണ്. ആ ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് പിടിച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ചൂണ്ടുവിരൽ പിടിച്ചാൽ നടുവിരൽ കറണ്ടിൻ്റെ ദിശ അതായത് Aയിൽ നിന്ന് Bയിലേക്ക് ആയിരിക്കും. അത്തരത്തിൽ Aയിൽ നിന്ന് Bയിലേക്ക് കറണ്ട് ഒഴുകി, Bയിൽ നിന്ന് Cയിലേക്ക് കറണ്ട് ഒഴുകി, അവിടെ നിന്ന് Dയിലേക്ക് ഒഴുകി അത് റിംഗ് R2 അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ R2വിൽ നിന്ന് B2 വഴി ഗാൽവനോമീറ്ററിലൂടെ B1ലേക്ക് വരും. അത്തരത്തിൽ B1ലേക്ക് വരുന്ന സമയം ഇത് റൊട്ടേറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. ആ ഭാഗം B1ൽ നിൽക്കുന്ന കറണ്ട് R2 എന്ന് പറയുന്ന റിങ്ങിലൂടെ ചെന്ന് Dയിൽ നിന്ന് Cയിലേക്ക് പോകും. Cയിൽ നിന്ന് Bയിലേക്കും Bയിൽ നിന്ന് Aയിലേക്കും അത് തിരിച്ച് R1 എന്ന റിങ്ങിൽ നിന്ന് B2വിലേക്ക് പോകും. അവിടെ B2വിൽ നിന്ന് B1ലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. നേരത്തെ കേസിലും B2വിൽ നിന്ന് B1ലേക്കാണ്. അത്തരത്തിൽ തുടർച്ചയായി ദിശ മാറാത്ത രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജനറേറ്ററിനെ നമ്മൾ വിളിക്കും DC ജനറേറ്റർ. ഇത്തരത്തിൽ DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നത് DC ആയിട്ടാണ്, അതായത് നേർധാര വൈദ്യുതി ആയിട്ടാണ്. പ്രത്യാവർത്തിധാര വൈദ്യുതി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് കറണ്ടാണ് ആർമേച്ചറിൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. എന്നാൽ DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നത് DC ആയിരിക്കും. ഇതിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലാണ്. സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെൽ ഐക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ.